ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ലൈവിൽ ഇപ്പോൾ പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പണിപ്പുര ടാസ്ക് 1000 പോയിന്റിന് വേണ്ടിയുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു ടാസ്ക് ആണ്. എന്ന് വെച്ചാൽ വലിയ ചലഞ്ചുകളാണ് ബിഗ് ബോസ് ഇനി മുതൽ മുൻപോട്ട് വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കേപ്പബിൾ ആയിട്ടുള്ള കപ്പാസിറ്റിയുള്ള ആൾക്കാർ മാത്രമേ മുൻപോട്ട് പോകാവൂ. ഇവിടെ 3 പേർ പങ്കെടുക്കേണ്ട ഒരു ടാസ്ക് ആണ്. ആക്ടിവിറ്റി ഏരിയയിലേക്ക് 3 പേരെയാണ് ബിഗ് ബോസ് വിളിക്കുവാൻ പോകുന്നത്. ഈ 3 പേർ ആരായിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ആര് പോകണം എന്ന് ചോദിച്ചപ്പോൾ ഒട്ടുമിക്കവാറും ആൾക്കാർ മുഴുവൻ കൈപ്പൊക്കി. ബിഗ് ബോസ് പറയുന്നത് എന്തിനും റെഡിയായി നിൽക്കുന്ന അത്രയും ധൈര്യശാലികളായിട്ടുള്ള 3 പേർ മാത്രമേ മുൻപോട്ട് വരാവൂ. അതെ, എന്നിട്ടും ഈ ആൾക്കാരെല്ലാം കൈപൊക്കി നിൽക്കുകയാണ്. ഇവരെല്ലാവരും വികാരാവേശത്താൽ മുൻപോട്ട് നീങ്ങുന്ന മത്സരാർത്ഥികളാണ്. ഒടുവിൽ ഈ 3 പേരെ ഇത്രയും ആൾക്കാരിൽ നിന്നും തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. തുടർന്ന് അവിടെ നോമിനേഷൻ നടക്കുകയാണ്. ഈ നോമിനേഷനിൽ കൂടുതൽ വോട്ട് ലഭിച്ചത് ജിസേലിനും ആര്യനും അനീഷിനുമാണ്. അങ്ങനെ ഈ 3 ആൾക്കാർ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നു. ആക്ടിവിറ്റി ഏരിയയിൽ 3 പെഡസ്റ്റീലുകളുണ്ട്. ഈ 3 പെഡസ്റ്റീലിൽ 3 കാർഡുകൾ വെച്ചിട്ടുണ്ട്. അത് കമിഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഈ കാർഡുകൾ മലർത്തി നോക്കുക. അതിനുശേഷം ആ കാർഡുകളിൽ എഴുതിയിരിക്കുന്നത് വായിക്കുക. അതനുസരിക്കാൻ തയ്യാറാണോ എന്ന് തീരുമാനിക്കുക. ഇതാണ് ഈ ടാസ്ക്. 1000 ലക്ഷറി പോയിന്റ് ആണ് ഇതിൽ കൂടി ലഭിക്കുവാൻ പോകുന്നത്. അനീഷ് ഒന്നാമത് വന്നു നിന്നു. അനീഷിന് ലഭിച്ചിരിക്കുന്ന കാർഡ് തുറന്നു. അത് വായിച്ചപ്പോൾ ഈ സീസൺ തീരുന്ന സമയം വരെ ഇനി നാവെടുക്കുവാൻ പാടില്ല, മിണ്ടാതിരിക്കണം, മൗനവ്രതമായിരിക്കണം. റെഡിയാണോ എന്നുള്ളതാണ്. അനീഷിന് രണ്ടിലൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ അനീഷ് വായി പൂട്ടി. പിന്നീട് അനീഷിന്റെ ശബ്ദം ഈ ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, അത് തീർന്നു എന്ന് പറയുന്ന സമയം വരെയും അയാളുടെ ശബ്ദം പുറത്തു വന്നിട്ടില്ല. ഇതിനിടയിൽ കണ്ടമാനം ബഹളം അവിടെ നടന്നു. പല പ്രശ്നങ്ങളുണ്ടായി. അനീഷ് ആ കാർഡും പിടിച്ചുകൊണ്ട് അവിടെ ഒറ്റ നിൽപ്പാണ്. ബിഗ് ബോസ് അനീഷിനോട് ചോദിച്ചിട്ട് പോലും അനീഷ് തിരിച്ചൊരക്ഷരം പറഞ്ഞിട്ടില്ല. മൗനമായി നിൽക്കുകയാണ്. അനീഷിന്റെ തീരുമാനം നിസ്സാരമല്ല. ഇന്നത്തെ ദിവസം ഉൾപ്പെടെ ഇനിയും മുൻപിൽ ഏകദേശം 84ഓളം ദിവസം കിടക്കുകയാണ്. ഇത്രയും ദിവസം മൗനമായിരിക്കുക, ആരോടും സംസാരിക്കുവാനും വായനക്കുവാനും പറ്റില്ല എന്നുള്ളതാണ് അനീഷിന്റെ മുൻപിലെ വെല്ലുവിളി. അതയാൾ സ്വീകരിച്ചു. ഞാൻ ഇനി സംസാരിക്കില്ല എന്ന് അയാൾ തീരുമാനിച്ചു. രണ്ടാമത് ആര്യന്റെ പെഡസ്റ്റീലിൽ ഇരുന്ന കാർഡാണ്. ആ കാർഡ് മലർത്തി വായിക്കുമ്പോൾ ആ പെഡസ്റ്റീലിൽ തന്നെ ഒരു തുണിയിട്ട് എന്തോ മൂടി വെച്ചിരിക്കുകയാണ്. അതൊരു ഗ്ലാസ് ജ്യൂസ് ആണ്. ആ ജ്യൂസ് മുഴുവനും ആര്യൻ കുടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആര്യൻ ഓക്കെ ആയി, സന്തോഷമായി. അനീഷ് ഈ സീസൺ മുഴുവൻ മിണ്ടാതിരിക്കുക, എനിക്ക് വളരെ നിസ്സാരമായി ഒരു ഗ്ലാസ് ജ്യൂസ് മാത്രം കുടിക്കുക. നെക്സ്റ്റ് ജിസൈലിൻ്റെതാണ്. ആ കാർഡ് തുറന്ന് വായിച്ചപ്പോഴേക്കും ജിസൈലിന്റെ ചങ്കടിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം. ജിസൈല് മൊട്ടയടിക്കാൻ തയ്യാറാവുക. ഇപ്പോൾ ഇവിടെ വെച്ച് മൊട്ടയടിക്കണം. ജിസൈല് പറഞ്ഞു, എന്നെ കൊണ്ടത് പറ്റില്ല. എന്തിനും റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ വോട്ടെടുപ്പിൽ കൂടി ഇതിനകത്തേക്ക് കയറി വന്നത്. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് എനിക്കിത് പറ്റില്ല. ഉടൻ തന്നെ ജിസേല് പറയുകയാണ്, ഒരു കാര്യം ചെയ്, അനീഷിന് ഇത് ചെയ്യാമോ എന്ന് ചോദിക്ക്. അനീഷ് മൊട്ടയടിക്കട്ടെ. അതെന്താണ് അനീഷ് മൊട്ടയടിക്കുന്നത്? ആര്യനല്ലേ ബെസ്റ്റ് ഫ്രണ്ട്. ആര്യൻ മൊട്ടയടിക്കാൻ പറയരുതോ? ഇല്ലില്ല, അനീഷ് മൊട്ടയടിക്കട്ടെ എന്നാണ് ജിസൈലിന്റെ തീരുമാനം. ആര്യൻ ജ്യൂസ് കുടിച്ചോളൂ, ഞാൻ വേണമെങ്കിൽ മിണ്ടാതിരുന്നു കൊള്ളാം. അപ്പോൾ ആര്യൻ പറയുന്നു, അത് വേണ്ട, അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഞാൻ വേണമെങ്കിൽ മിണ്ടാതിരുന്നു കൊള്ളാം. അനീഷ് മൊട്ടയടിക്കട്ടെ, നീ ജ്യൂസ് കുടിച്ചോ, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇവര് രണ്ടും കൂടി ഒരു അഭിപ്രായ ഐക്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് അനീഷിനോട് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ തീരുമാനം? അനീഷ് മിണ്ടുന്നില്ല. അനീഷ് ടാസ്കിൽ കയറി കഴിഞ്ഞു, അനീഷ് മിണ്ടുന്നില്ല. ശരിക്കും ടാസ്ക് തുടങ്ങിയിട്ടില്ല കേട്ടോ, അതാണ് ബിഗ് ബോസ് പറയുന്നത്. പക്ഷേ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനീഷ് ടാസ്കിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് അനീഷ് സംസാരിക്കുന്നില്ല. എടാ പൊട്ട, നീ എന്തെങ്കിലും തുറന്നു പറ. നിന്റെ തീരുമാനം എന്താണ്? ടാസ്ക് തുടങ്ങിയിട്ടില്ല. വീട്ടിൽ പോയി എല്ലാവരുമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ ടാസ്ക് തുടങ്ങത്തുള്ളൂ. നിന്റെ തീരുമാനം പറ. അനീഷ് മിണ്ടുന്നില്ല. ഭയങ്കര ബഹളമായി, ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഇത് കണ്ടുകൊണ്ട് ബിഗ് ബോസ് വിളിച്ചു, അനീഷ്, ടാസ്ക് തുടങ്ങിയിട്ടില്ല, നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം പറയൂ. ഇല്ല, അനീഷ് മിണ്ടുന്നില്ല. ബിഗ് ബോസിനോട് പോലും മിണ്ടാൻ അനീഷ് തയ്യാറല്ല. നിങ്ങൾ വീട്ടിൽ പോയി എല്ലാവരോടും കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കൂ. ടാസ്ക് തുടങ്ങിയിട്ടില്ല. ടാസ്ക് തുടങ്ങിയോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല. ഞാൻ മിണ്ടില്ല. ഈ സീസൺ മുഴുവൻ ഞാൻ ഇനി വായി തുറക്കില്ല. ഈ തീരുമാനത്തിലാണ് ബിഗ് ബോസിന്റെ മുൻപിലും അനീഷ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ആര്യൻ പെട്ടു. ആര്യൻ പറയുകയാണ്, ഞാൻ വേണമെങ്കിൽ മുടി മൊട്ടയടിക്കാമായിരുന്നു, പക്ഷെ എനിക്ക് മുടി മൊട്ടയടിക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു ഹിന്ദുവാണ്. ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് ഹിന്ദു ധർമ്മപ്രകാരം അച്ഛൻ മരിക്കുന്ന സമയത്ത് മാത്രമേ എനിക്ക് മൊട്ടയടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മൊട്ടയടിക്കാൻ പറ്റില്ല. അത് ദോഷമാണ്. അച്ഛൻ മരിച്ചതിന് തുല്യമാണെന്ന്. അങ്ങനെ ഒരു നിയമം ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് കേട്ടോ. ആര്യൻ്റെയൊക്കെ നാട്ടിൽ അതുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അറിയാവുന്നവരതൊന്ന് പറഞ്ഞു തരണം. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കൊച്ചു കുട്ടികളെയുമായിട്ട് അച്ഛന്മാർ പളനിയിൽ പോയി കൊച്ചു കുട്ടികളെ വരെ മൊട്ടയടിച്ചിട്ട് അവരുമായി തിരികെ വരുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ ഒന്നും അച്ഛൻ മരിക്കുമ്പോൾ മാത്രമേ മൊട്ടയടിക്കാവൂ എന്നുള്ള നിയമങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ്. ഇനി രണ്ടാമത് ആര്യൻ അതിനിടയിൽ സംസാരിക്കുമ്പോൾ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഈ 1000 പോയിന്റിന് വേണ്ടി ഒരിക്കലും മൊട്ടയടിക്കാൻ ഞാൻ തയ്യാറല്ല.
ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ എവിക്റ്റ് ആകും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ ഞാൻ മുട്ടയടിക്കാം. ഈ ടാസ്ക് ഞാൻ ചെയ്തില്ല എങ്കിൽ എന്നെ എവിക്റ്റ് ആക്കുമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ മുട്ടയടിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ മുൻപേ പറഞ്ഞ ഹിന്ദു ധർമ്മത്തെ താങ്കൾ തള്ളിപ്പറയുകയല്ലേ? അച്ഛൻ മരിച്ചതിന് തുല്യമാണ് നിങ്ങൾ ഇപ്പോൾ മുട്ടയടിച്ചാൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എവിക്റ്റ് ആകുന്ന സാഹചര്യം വന്നാൽ മുട്ടയടിക്കും. അപ്പോൾ അച്ഛൻ മരിച്ചതിന് തുല്യമാവുകയല്ലേ? അച്ഛൻ മരിച്ചു എന്നുള്ളതല്ലേ നിങ്ങൾ അതിൽ കൂടി ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം? ഒടുവിൽ വലിയ ബഹളമാകുന്നു. ബിഗ് ബോസ് പറയുകയാണ്, എല്ലാ ആൾക്കാരും, വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കൂടി ആക്ടിവിറ്റി ഏരിയയിലേക്ക് ചെല്ലുക. അവിടെ ചെന്ന് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചർച്ച ചെയ്ത് നിങ്ങളുടെ തീരുമാനം അറിയിക്കുക. അങ്ങനെ എല്ലാവരും കയറി വരുന്നു. പിന്നെ അതിനകത്ത് കൂട്ടയടിയാണ് നടക്കുന്നത്. ഈ ബഹളത്തിനിടയിൽ ആര്യൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഞാൻ മുട്ടയടിക്കാം, നിങ്ങൾ ഈ സീസണിൽ മുഴുവനും എന്നെ നോമിനേഷനിലേക്ക് വിടുകയില്ല എന്നും എല്ലാ ടാസ്കുകളും ചെയ്യുവാൻ എന്നെ വിളിക്കും എന്നും എനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ മുട്ടയടിക്കാം. ഇത് ഇരട്ടത്താപ്പല്ലേ? ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ഹിന്ദുവാണ്, ഹിന്ദു ധർമ്മപ്രകാരം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മുട്ടയടിച്ചാൽ അത് അച്ഛൻ മരിച്ചതിന് തുല്യമാണെന്ന് പറയുന്നയാള് നോമിനേഷനിൽ വിടത്തില്ല എന്നെനിക്ക് ഉറപ്പ് തന്നാൽ മുട്ടയടിക്കാം എന്ന് പറയുമ്പോൾ എല്ലാ ടാസ്കിലും നിങ്ങൾ എന്നെ ഉൾപ്പെടുത്തും എന്നെനിക്ക് ഉറപ്പ് തരാമെങ്കിൽ, ബിഗ് ബോസ് ഇവിടുന്ന് എന്നെ എവിക്റ്റ് ആക്കില്ല എന്നെനിക്ക് ഉറപ്പ് തരാമെങ്കിൽ ഞാൻ മുട്ടയടിക്കാം എന്ന് പറയുമ്പോൾ ഇയാള് ഹിന്ദുക്കളെ ആക്ഷേപിക്കുകയല്ലേ? അനാവശ്യമായി ഹൈന്ദവ ധർമ്മങ്ങളെ ഇതിനകത്ത് കൊണ്ട് വലിച്ചിടുകയല്ലേ? ബിഗ് ബോസിനുള്ളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ഈ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുള്ള കാടറക്കൽ. ഇപ്പോൾ ആചാരവും അനുഷ്ഠാനവും ഒക്കെ ബിഗ് ബോസിനകത്തേക്ക് വരികയാണ്. ഈ പറഞ്ഞ ഡയലോഗ് നമുക്ക് വിശ്വസിക്കാം. ആദ്യം പറഞ്ഞ ആ ഡയലോഗിൽ ഉറച്ചു നിൽക്കണം. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിലും ഹൈന്ദവർക്ക് പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ആ രീതിയിൽ നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ടാസ്കിലെല്ലാം വിളിക്കാമെങ്കിൽ, നോമിനേറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് തരാമെങ്കിൽ, എവിക്റ്റ് ആക്കില്ല എന്ന് ഉറപ്പ് തരാമെങ്കിൽ ഞാൻ മുട്ടയടിക്കാം എന്ന് പറയുമ്പോൾ ഇവിടെ ഹിന്ദു നാമത്തെയും ഹൈന്ദവ ധർമ്മത്തെയും അവഹേളിക്കുകയല്ലായിരുന്നോ? ഇത് ഇരട്ടത്താപ്പല്ലേ? അറിയാവുന്നവർ, മനസ്സിലാകുന്നവർ മറുപടി പറയണം. കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടൻ പോകാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, വരുന്ന ടാസ്കുകളൊക്കെ അതികഠിനമായിരിക്കും, 7ന്റെ പണിയായിരിക്കും വരുവാൻ പോവുക. 7ന്റെ പണി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഊഹിക്കണം, കട്ടിയാകാൻ പോവുകയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് പെട്ടെന്നൊരു വികാരാവേശത്തിൽ ചാടിക്കേറി പുറപ്പെടരുത്. ബിഗ് ബോസ് ഇനിയും വലിയ വലിയ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ഒന്നും ചിന്തിക്കാതെ എന്തിനും റെഡിയാണ് എന്ന് പറഞ്ഞ് ഇയാൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ആ സമയത്ത് പലരും പറയുന്നുണ്ട്, എനിക്ക് പോകണം, ഞാൻ പോയിക്കോളാം, ഞാൻ എന്തിനും റെഡിയാണ് എന്ന്. അവിടെ വെച്ച് ആര്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തിനും റെഡിയാണെന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരെ ടാസ്ക് ജയിച്ചോണം, ജയിക്കാതെ ഇവിടെ വന്നാൽ ഞാൻ ഒന്നാന്തര ഊക്കൂക്കിയെ വിടത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോഴേക്കും പെമ്പിള്ളാരൊക്കെ അല്ലേ, പലരും പേടിച്ചു പോയി. അപ്പോൾ മറ്റുള്ളവർ തോറ്റാൽ ഒന്നാന്തരം ഊക്കൂക്കു എന്ന് പറഞ്ഞ ആര്യൻ ഇപ്പോൾ അതിനകത്ത് കയറി തോറ്റ് തൊപ്പിയിടാൻ റെഡിയായി നിൽക്കുകയാണ്. എന്നിട്ടോ നമ്മളൊക്കെ പൊട്ടന്മാരാണെന്നുള്ള ചിന്തയിൽ മതത്തിന്റെയും ജാതിയുടെയും കാടിറക്കി ആചാരങ്ങളും അനുഷ്ഠാനം കൊണ്ട് ഒരു വൃത്തികെട്ട കളിയും കൂടി. ഓക്കെ, ഈ ഗെയിം നമുക്ക് വേണ്ട, ഈ ടാസ്ക് നമുക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞു പോയാൽ അതിനൊരു മാന്യതയുണ്ട്. എൻ്റെ അടുത്ത ചോദ്യം, ഞാൻ മുട്ടയടിച്ചാൽ എൻ്റെ അച്ഛൻ ചത്തതുപോലെയാണ്, അനീഷിന് അത് ബാധകമല്ല, അനീഷ് മുട്ടയടിച്ചോ, അനീഷിന്റെ അച്ഛൻ ചാകുന്നേ ചത്തോട്ടെ, അല്ലെങ്കിൽ ചത്തതുപോലെ കരുതിക്കോളൂ എന്ന് പറയാൻ ഇയാൾക്ക് ഉളുപ്പുണ്ടോ ഇങ്ങനെ സംസാരിക്കാൻ? നിങ്ങൾ ഈ പറയുന്ന മതനിയമങ്ങളൊന്നും അനീഷിന് ബാധകമല്ല എന്നുണ്ടോ? അതോ തീവ്ര ഭക്തിയുള്ള വിശ്വാസത്തെ മുൻനിർത്തി നടക്കുന്ന ഈ പറയുന്ന ഹൈന്ദവ ധർമ്മമൊക്കെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് ബാധകമാകത്തുള്ളൂ? സത്യം പറഞ്ഞാൽ ആര്യനോടുള്ള മുഴുവൻ മതിപ്പും ഈ ഒരൊറ്റ നിമിഷം കൊണ്ട് അങ്ങ് ഇല്ലാതെയായി പോവുകയാണ്. എന്നിട്ടോ ഭയങ്കര ഡയലോഗ് അടിയും കൂടിയാണ്. ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് ചൊറിഞ്ഞു കയറുന്നത്. അവിടെ നിൽക്കുന്ന ആൾക്കാർ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനും റെഡിയാണ് എന്നും പറഞ്ഞു വന്നവരാണ്, ചാകാൻ പോലും തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് കയറിയിരിക്കുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വാചകം അടിക്കുന്നത്? അപ്പോൾ അടുത്ത ചോദ്യം ആര്യൻ്റേത്. ഇപ്പോൾ അവളോട് ബിഗ് ബോസ് പറഞ്ഞത് മുട്ടയടിക്കാൻ വേണ്ടിയാ. അവള് തുണി ഉരിഞ്ഞു നിൽക്കാനാണ് ബിഗ് ബോസ് പറയുന്നതെങ്കിൽ അതും അവൾ അനുസരിക്കണമെന്നാണോ? അങ്ങനെ ബിഗ് ബോസിന്റെ നിയമങ്ങൾക്കൊന്നും കീഴ്പ്പെടാൻ പറ്റില്ല. വെറും 1000 നക്കാപ്പിച്ചായ്ക്ക് വേണ്ടി എനിക്ക് ഈ പണി പറ്റില്ല. തുണി ഉരിയാനൊന്നും ബിഗ് ബോസ് പറയില്ല. പക്ഷേ ഇവിടുത്തെ നിയമങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ചാടി ഇറങ്ങാൻ. ജിസേല് പെട്ടെന്ന് ടോൺ അങ്ങ് മാറ്റുകയാണ്. കുറച്ച് ചീഞ്ഞ ചിക്കനും അളിഞ്ഞ ചീസിനും വേണ്ടിയാണോ നിങ്ങൾ എന്നെ മുട്ടയടിക്കാൻ വേണ്ടി പറയുന്നത്? ഈ അളിഞ്ഞ ചീസിനും ചീഞ്ഞ ചിക്കനും വേണ്ടിയായിരുന്നെങ്കിൽ എന്തിനാ തള്ളേ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാതെ നിങ്ങൾ ഇടിച്ചു കയറി പോയത്? എന്തിനാണെങ്കിലും നിങ്ങൾക്ക് മുൻപിൽ നിൽക്കണമെന്നാണല്ലോ നിങ്ങളുടെ ആഗ്രഹം. അതുമാത്രവുമല്ല, ഏത് പരിപാടി അവിടെ വന്നാലും അതിനകത്തെല്ലാം ജിസേലിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു കൂട്ടം ഊളകളും അതിനകത്തുണ്ട്. ജിസേൽ ഇല്ലാത്ത ഒരു പരിപാടി അവിടെ ഇല്ല. എന്നിട്ട് ഇപ്പൊ പറയുക ഇത് ചെയ്യാൻ പറ്റില്ല എന്ന്. ഇത് പറ്റില്ല, ഈ ടാസ്ക് വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓഞ്ഞ ഡയലോഗ് അടിക്കരുത്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. പുറത്തുനിന്ന് ആൾക്കാരെല്ലാവരും കൂടി വന്ന് ഭയങ്കര സംസാരം നടക്കുകയാണ്. ഈ സമയത്ത് ആര്യനെ മാറ്റി നിർത്തിക്കൊണ്ട് അപ്പാനി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ ഒരു സിനിമാ നടനാണ്, വരുന്നൊരു സിനിമയോടുള്ള ബന്ധത്തിൽ നിനക്കൊരു ക്യാരക്ടർ കിട്ടുകയാണ്, ആ ക്യാരക്ടർ മുട്ടയടിച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യുമോ? ഒട്ടും സംശയിക്കാതെ ആര്യൻ മറുപടി പറഞ്ഞു, അങ്ങനെ ഒരു ക്യാരക്ടർ വന്നാൽ ഞാൻ ചെയ്യത്തില്ല എന്ന്. ഇതൊക്കെ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കിയാണ്. അല്ല, ആര്യന് മുട്ടയടിച്ചാൽ എന്താണ്? അനീഷ് തന്നെ മുട്ടയടിക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? ഈ സീസൺ മുഴുവൻ മിണ്ടാതിരിക്കുക എന്നുള്ള കാർഡ് അനീഷിനാണ് ലഭിച്ചത്.
അത് കണ്ടിട്ട് അയാൾ മസിൽ പിടിച്ചില്ലല്ലോ, ഈ ടാസ്ക് വേണ്ടെന്ന് വെച്ചില്ലല്ലോ. വെറും 1000 പോയിന്റിന് വേണ്ടിയാണോ ഈ സീസൺ മുഴുവൻ ഞാൻ മിണ്ടാതിരിക്കുന്നത്? അതെനിക്ക് പറ്റില്ല. ബിഗ് ബോസിൽ ഒരാൾക്ക് സംസാരിക്കാൻ കഴിവില്ല എങ്കിൽ അയാൾ തീർന്നു, അതോടുകൂടി അയാളുടെ പരിപാടി കഴിഞ്ഞു. പക്ഷേ അനീഷ് പറയുകയാണ്, ഈ ടാസ്കിനോടുള്ള ബന്ധത്തിൽ 1000 പോയിന്റിന് വേണ്ടി ഞാൻ ഈ സീസൺ മുഴുവൻ മിണ്ടാതിരിക്കാൻ തയ്യാറാണ്. പക്ഷേ ആര്യൻ പറയുന്നത്, നക്കാപ്പിച്ച 1000 പോയിന്റിന് വേണ്ടി ഞാൻ മുടി മുറിക്കാൻ തയ്യാറല്ല. ജിസേൽ പറയുന്നു, എന്നെ കൊണ്ട് ഒരിക്കലും മുടി മുറിക്കാൻ പറ്റില്ല. അങ്ങനെ ആയപ്പോൾ മറ്റുള്ളവർ പറയുകയാണ്, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും മുടി മുറിക്കണ്ട, ഈ സീസൺ തീരുന്ന സമയം വരെ ഒരു ടാസ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് മുൻപിൽ കയറി വരരുത്. ഒരു ഗെയിമിലും എന്നെ വിട്, അല്ലെങ്കിൽ ഇന്ന ടാസ്കിൽ ഞാൻ പോകാം, ഇങ്ങനെ അവകാശവാദവും പറഞ്ഞുകൊണ്ട് വരരുത്. ഞങ്ങൾ തീരുമാനിക്കും, എവിടെയെങ്കിലും അടങ്ങിയിരുന്നോണം. അത് രണ്ടുപേർക്കും ബാധകമല്ല, അത് പറ്റില്ല. സത്യത്തിൽ ഈ ടാസ്കിൽ കൂടി ബിഗ് ബോസ് ഓരോ ആൾക്കാരെയും കീറി മുറിക്കുകയാണ്. മേജർ സർജറിയാണ് ഇനി അവിടെ നടക്കാൻ പോകുന്നത്. ഒരെണ്ണത്തിനെ സുഖമായിട്ട് പോകാം എന്ന് കരുതണ്ട. ഇത്രയും സീസണുകളിൽ കണ്ട കളിയല്ല ഇനി കാണാൻ പോകുന്നത്. എന്തിനും തയ്യാറായി വരുന്നവർക്ക് മാത്രമേ ബിഗ് ബോസ് മലയാളം സീസൺ 7 മുതൽ ഇനി കപ്പ് കിട്ടൂ എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് ബിഗ് ബോസ് ഇപ്പോൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒടുവിൽ കൂട്ടയടി നടത്തിയിട്ട് എല്ലാവരും കൂടി ആക്ടിവിറ്റി ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പുറത്തിറങ്ങി വരുമ്പോൾ ബിഗ് ബോസ് ചോദിക്കുകയാണ്, ധൈര്യശാലികൾക്ക് എന്തു പറ്റി? ടാസ്ക് ഇവിടെ ഇല്ലാതെ ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റുപറ്റി. അതെ, നിങ്ങൾ 3 പേരും പരാജയപ്പെട്ടു. ബിഗ് ബോസ് ഈ 3 പേരും പരാജയപ്പെട്ടു എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ 3 പേരും കൂടി ചർച്ച ചെയ്തിട്ട് മൊട്ടയടിക്കാൻ ആണുങ്ങളിൽ 2 പേർ ആരെങ്കിലും ഒരാൾ തയ്യാറാവുക, ഒരാൾ ജ്യൂസ് കുടിക്കുക, ഒരാൾ മിണ്ടാതിരിക്കുക. ഇവിടെ ബിഗ് ബോസ് നിങ്ങൾ 3 പേരും പരാജയപ്പെട്ടു എന്ന് പറയുന്നത് കേട്ടപ്പോഴേക്കും അനീഷിന്റെ നേരെ അത്രയും നേരമില്ലാത്ത ഒരു ആക്രമണം അങ്ങ് അഴിച്ചുവിടുകയാണ്. അപ്പാനി ശരത്തും അക്ബറും കൂടിയാണ് അനീഷിന് നേരെ അലറി വിളിച്ചുകൊണ്ട് ചെല്ലുന്നത്. അനീഷിന്റെ മേൽ കൈവച്ചു, അയാളെ വളരെ മോശമായ ഭാഷകൾ പറഞ്ഞ് ആക്ഷേപിച്ചു. ഞാൻ ഓർത്തു ഇന്നത്തോടുകൂടി അനീഷിന്റെ കഥ കഴിഞ്ഞുവെന്ന്. ആ രീതിയിൽ കത്തിക്കയറുകയായിരുന്നു. അനീഷ് ഒന്നും മിണ്ടുന്നില്ല, തിരിച്ചു പ്രതികരിക്കുവാൻ സമ്മതിക്കുന്നില്ല. അവസാന സമയത്ത് അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന് തൊട്ട് മുമ്പ് ഒരു ടാസ്ക് നടത്തി. ആ ടാസ്കിൽ ആദിലയും നൂറയും കൂടിയായിരുന്നു പോയത്. ആ ടാസ്കിൽ വെച്ച് 7ന്റെ പണിയാണ് ബിഗ് ബോസ് അവർക്ക് കൊടുത്തത്. അതുപോലൊരു പണി എനിക്ക് തരില്ല എന്ന് ആരറിഞ്ഞു? അനീഷിനെതിരെ ഇവര് പരാതി പറയുന്നത്, നീ മിണ്ടാതെ നിന്നു, കളി തുടങ്ങിയിട്ടില്ല, കളി തുടങ്ങുമ്പോഴാണ് മൗനവ്രതം ആചരിക്കേണ്ടത്. ബിഗ് ബോസ് ഉൾപ്പെടെ പറഞ്ഞിട്ടും നീ സംസാരിക്കാതെ നിന്നതാണ് നിന്റെ പേരിലുള്ള ഏറ്റവും വലിയ കുറ്റം. അപ്പോൾ അനീഷ് പറയുന്നത്, ബിഗ് ബോസ് 7ന്റെ പണി തരുന്ന ആളാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിനു മുമ്പ് ആദിലയും നൂറയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിച്ചിട്ട് ഫാമിലിയെ കൊണ്ടുവരണോ അതോ 700 പോയിന്റ് വേണോ എന്ന് ഉള്ളത് പറയാൻ പറഞ്ഞു. അവര് 700 പോയിന്റ് വേണ്ട, ഫാമിലി വരട്ടെ എന്ന് തീരുമാനിച്ചു. അത് എഗ്രി ചെയ്ത് 700 പോയിന്റ് കളഞ്ഞിച്ച് അവരിവിടെ വന്നു. ഇവിടെ വന്നപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത്, ഇത് ഫാമിലി വീക്ക് അല്ല എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ, കളി തുടങ്ങിയതേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് കളിക്കണമായിരുന്നു എന്ന്. അപ്പോൾ ബിഗ് ബോസ് അവരെ തേച്ചു വിട്ടില്ലേ? ഇതുപോലെ തന്നെ എന്നെയും തേച്ചു വിടത്തില്ല എന്നുള്ളത് എനിക്ക് എങ്ങനെ ഊഹിക്കാൻ പറ്റും? ബിഗ് ബോസ് പറഞ്ഞത് ഈ സമയം മുതൽ ഈ സീസൺ കഴിയുന്ന സമയം വരെ മിണ്ടാൻ പാടില്ല എന്നുള്ളതാണ്. ആ ലെറ്ററിനകത്ത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വായടച്ചു നിന്നത്. ഞാൻ അവിടെ മിണ്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ എന്നെ അവിടെ വെച്ച് ഡിസ്ക്വാളിഫൈ ചെയ്ത് വിട്ടേനെ. നിന്നെ പോലെയൊന്നുമുള്ള കഴുതകളോട് ഇത് പറഞ്ഞാൽ മനസ്സിലാകൂല. എന്തായാലും ടാസ്ക് പരാജയപ്പെട്ടു. ഇനി അവശേഷിക്കുന്നത് വെറും 250 പോയിന്റ് മാത്രമാണ്. വെറും നക്കാപ്പിച്ച പോയിന്റ് മാത്രം. ഇതിൽ കൂടി എന്താണ് സംഭവിക്കുന്നത്? ആര്യന്റെയും ജിസൈലിന്റെയും വെടി ഏകദേശം തീർന്നു കിട്ടിയിട്ടുണ്ട്. ലൈവ് കണ്ടിട്ടുള്ളവർക്കറിയാം. വൈകിട്ട് എപ്പിസോഡിൽ ഇതിൽ എത്രത്തോളം ടെലികാസ്റ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. ഇനി ടെലികാസ്റ്റ് ചെയ്താൽ തന്നെ ആർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാകും എന്നും വ്യക്തമല്ല. പക്ഷെ ആര്യന്റെയും ജിസൈലിന്റെയും തനി നിറം ഇവിടെ വെളിപ്പെട്ടു. അവർ രണ്ടുപേരും ഒറ്റ കൂട്ടുകാരാണ്. അവർക്ക് രണ്ടുപേർക്കും സഫർ ചെയ്യാൻ പറ്റില്ല. അവർ അനീഷിനെ ബലി കൊടുക്കുവാൻ വേണ്ടി തയ്യാറാവുകയാണ്. നീ മുടി മുറിക്കണം, ഞാൻ ജ്യൂസ് കുടിച്ചോളാം, ഞാൻ മിണ്ടാതിരുന്നോളാം, ഇത് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അനീഷിന്റെ മേടെ അടിച്ചേൽപ്പിക്കുകയാണ്. എന്നാൽ അനീഷ് കൃത്യമായിട്ട് അയാൾക്ക് കിട്ടിയ ടാസ്ക് ഏതാണോ അത് ഏറ്റെടുത്ത് അതിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്റെ കാഴ്ചപ്പാടിൻ പ്രകാരം ഈ ടാസ്ക് നല്ല രീതിയിൽ കളിച്ചു എന്ന് എനിക്ക് തോന്നിയത് അനീഷ് മാത്രമാണ്. ലൈവ് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്തായാലും മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.